ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പഴം വരട്ടിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2 ഏത്തപ്പഴം ഉണ്ട്, അത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ നല്ലൊരു യെല്ലോയിഷ് കളറാവും. അതുപോലെ തന്നെ വെന്തൊന്ന് ഉടഞ്ഞു വരാനും തുടങ്ങും. അപ്പോൾ അതുവരെ വേണം നമ്മൾ ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഈ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പഴത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി നല്ലൊരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ പഴം വഴറ്റിയെടുക്കാൻ. ഇനി ഈ പഴത്തിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങയും ഏത്തപ്പഴവും ഒക്കെ നന്നായിട്ടൊന്ന് നെയ്യിൽ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ അത് ഒരു 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഏത്തപ്പഴം ആയതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ നെയ്യിൽ അതൊന്ന് വറുത്തെടുക്കണം, എന്നിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. എൻ്റെ മോനാണെങ്കിലും ഇതുപോലെ ഏത്തപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അവന് ഭയങ്കര മടിയാണ്, ഒട്ടും തന്നെ കഴിക്കത്തില്ല. പക്ഷേ ഇതുപോലെ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് വരട്ടി കൊടുക്കുമ്പോൾ അവനത് കഴിച്ചോളും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്